നമസ്തേ. മർമ്മത്തിൻ്റെ ചികിത്സ മൊത്തം നടക്കുന്നത് മർമ്മത്തിന് ആഘാതം ഉണ്ടാവുന്ന സമയത്താണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇപ്പം ശരീരത്തിൻ്റെ അകത്ത് ഇത്തരം പ്രവൃത്തികൾ ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിരുന്നു. കൂടുതലും നമുക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുക നമ്മൾ മത്സര രംഗത്ത് ഏർപ്പെടുന്ന സമയത്താണ്. മത്സരത്തിൽ നമ്മൾ ശ്വാസത്തിൻ്റെ ഗതി ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എല്ലാ രംഗങ്ങളിലും മത്സരം നടക്കുന്നുണ്ട്. ഏതൊക്കെ രംഗങ്ങളിലും മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മർമ്മത്തിന് ആഘാതം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവിടെ നമുക്ക് ലക്ഷ്യം ജയം മാത്രമാണ്. അപ്പോൾ ജയം സാധ്യവും. പക്ഷെ ഇവിടെ ആ ഒരു ശ്വാസത്തിൻ്റെ ഗതിക്ക് വ്യത്യാസങ്ങൾ വരുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ വരുമ്പോഴും അന്ന് മുതൽ നമ്മൾ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. നന്ദി, നമസ്തേ.